തന്നെ ഇന്നാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ജനിച്ച നാട്ടിൽ സ്വസ്ഥമായിട്ട് ശുദ്ധവായു ശ്വസിച്ച് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങാനും ഫുഡ് കഴിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെന്ന്. സ്വന്തം മക്കൾ ശ്വാസം കിട്ടാതെ നിൽക്കണേ, ഒരു കല്യാണ ആലോചന വരുന്നില്ല, വീട്ടിലേക്ക് വിരുന്നാർ വരുന്നില്ല, പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ ആളില്ല. ശുദ്ധവായു ശുദ്ധജലത്തിനും വേണ്ടി സമരം ചെയ്തിട്ട് ജയിലിൽ പോയി വന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഓരോ ആൾക്കാരും ചെറുപ്പക്കാർക്ക് എല്ലാം ഞങ്ങൾ തുറക്കാൻ അത് സമ്മതിക്കൂല. മരിക്കേണ്ടി വന്നാൽ മരിക്കും ഞങ്ങൾ അവിടെ, ഉറപ്പാണ്. ഇന്ന് ഞങ്ങൾക്ക് പറയാൻ സന്തോഷം, അത്രയും വലിയൊരു ആഘോഷം നടന്നൊരു ദിവസമാണെന്ന്. അതിലും വലുത് ഞങ്ങൾ ലൈഫിൽ ഇനി സംഭവിക്കാനില്ല. സ്വന്തം മക്കൾ ശ്വാസം കിട്ടാതെ നിൽക്കണേ, ഒരു കല്യാണ ആലോചന വരുന്നില്ല, വീട്ടിലേക്ക് വിരുന്നാർ വരുന്നില്ല, പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ ആളില്ല. ഇനി മുമ്പോട്ട് ഞങ്ങളുടെ ദിവസങ്ങളാണ്. അത് ഞങ്ങളോട് ചെയ്ത എല്ലാ ക്രൂരതകളും അറിയുന്ന പോലീസുകാരടക്കമുള്ളവർക്കുള്ള ഒരു തിരിച്ചടി മാത്രമാണിത്. കാരണം ഞങ്ങളെ വീട്ടിൽ നട്ടപ്പാതിർക്ക് വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളെ പല കുടുംബക്കാരെയും, ഞങ്ങളെ ഈ സമരത്തിന് പങ്കെടുത്തവർ പണിക്ക് കൂടെ പോവാതെ, മക്കൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ വരെ അറിയാതെ ഒളിവിൽ നിന്ന സമയത്തൊക്കെ അത്രയും മനസ്സ് വേദനിച്ച് എത്രയോ മാതാപിതാക്കൾ കുട്ടികളൊക്കെ ഈ ഒരു കമ്പനീനെ പ്രാഗിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ഏറ്റെടുത്ത് ഞങ്ങളുടെ സർക്കാർ ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നിയമം ഇതിലും വലുതൊന്നും ഈ ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാനില്ല. ഇത്രയും വീട്ടമ്മമാർക്ക് ഇനി ഒരു സന്തോഷം ലഭിക്കാനില്ല. അത്രയും വലിയൊരു കാര്യമാണെന്ന് ഞങ്ങൾ സംഭവിച്ചത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ജനിച്ച നാട്ടിൽ സ്വസ്ഥമായിട്ട് ശുദ്ധവായു ശ്വസിച്ച് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങാനും ഫുഡ് കഴിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെന്ന്. ഇതാണ് ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓഗസ്റ്റ് 5 എന്നുള്ളത്. ഇനി ഈ ഒരു 3-4 പഞ്ചായത്തിലെ 4000-ഓളം കുടുംബങ്ങൾ മറക്കൂല. അത്രയും ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 5. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോണതിൻ്റെ അന്ന് രാത്രി ഇവരെ വന്നുകാണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഒരു 10 രൂപ പോലീസുകാർ വന്നുകാണ്ട് അറസ്റ്റ് ചെയ്യായിരുന്നു. അത് എൻ്റെ വിസൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ പറ്റാണ്ട് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും 2 വട്ടയ്ക്ക് പോയി ഒപ്പിടണം. ഞാൻ പ്രവാസിയാണെന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റിത്തരാൻ പോലത്തെ സമ്മതിച്ചിട്ടില്ല. എല്ലാ പ്രവാസികളെയും വന്നുകാണ്ട് ഇനി ആ ഫ്രഷ് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽക്കും വലിയ പ്രശ്നം ഉണ്ടാവും, ഫ്രഷ് കട്ടിൻ്റെ അടുത്തേക്ക് പോരുത് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പല പോലീസുകാരും ഞങ്ങളെ വിരട്ടുകയാണ് ചെയ്യുന്നത്. എത്രയോ പ്രവാസികൾ വിസ വരെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ ഗൾഫ് പോകാൻ പറ്റുന്നില്ല, ഇവനൊന്നും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നില്ല, PCC കിട്ടുന്നില്ല. ഈ പോലീസുകാർ ഞങ്ങളെ വയ്യേക്ക് നടക്കുകയാണ് ഈ പ്രശ്നവും പറഞ്ഞിട്ട്. എന്തെങ്കിലും ചെറിയൊരു കേസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കരിമ്പാലിന് മേൽ എത്രയോ വട്ടം പോലീസുകാർ വന്ന് ബൈക്ക് പിടിക്കാൻ അത് ഇതും പറഞ്ഞിട്ട് ചെറിയ വിഷയത്തിന് ഭയങ്കര വിരട്ടൽ. നിങ്ങൾ പോലീസുകാരെ തച്ചോലല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കുന്നില്ല. 7-8 കേസ് ഞങ്ങളെ പേരിലിട്ടത് ഒരാവശ്യമില്ലാണ്ട്. ഞങ്ങൾ സമരം ചെയ്തതെന്നല്ലാതെ വേറൊരു തെറ്റും അവിടെ ചെയ്തില്ല. ഞങ്ങൾ 6 വർഷമായി സമരം ചെയ്യുന്നത്. ഈ അവസാന ദിവസമാണ് അന്നാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ ഞങ്ങളെ മക്കളെയും പിഞ്ചു മക്കൾ, എൻ്റെ മോനൊക്കെ ഉണ്ട് 2 വയസ്സ് 4 വയസ്സുള്ള മക്കൾ, ആ മക്കൾ ഇടയിലേക്കാണ് ഇവർ അന്ന് പൊട്ടിച്ചിട്ടത്, തെറിയാസ് പൊട്ടിച്ചിട്ടത്. അതിൻ്റെ ഒരൊറ്റ ഇതിൽ ഞങ്ങൾ എതിർത്ത് നിന്നതല്ലാതെ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ കയറിയിട്ട് 20ഓളം ആൾക്കാർ, ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, ഇവരെയൊക്കെ ഒന്നും നോക്കാണ്ട് വീട്ടിൽ കയറി കണ്ടാണ് ഇവർ അന്ന് അറസ്റ്റ് ചെയ്ത് തന്നെ. അത്രയും ഒരു ബുദ്ധിമുട്ടാക്കി. ഇനി ഞങ്ങൾ തുറക്കാൻ അത് സമ്മതിക്കൂല. മരിക്കേണ്ടി വന്നാൽ മരിക്കും ഞങ്ങൾ അവിടെ, ഉറപ്പാണ്. നിലവിലിപ്പോൾ ഇത് പൂട്ടും എന്നാണ്, പൂട്ടാനായിട്ടുള്ള ഉത്തരവ് വന്നു. ഇനി ഞങ്ങൾക്ക് ഈ ഒരു ഉത്തരവിന് വേണ്ടി കാലാകാലമായിട്ട് ഞങ്ങൾ കാത്തു നിന്നിരുന്നത്. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും ശവത്തിൻ്റെ മേലെ അല്ലാതെ ആ ഫ്രഷ് കട്ട് എന്ന നാറ്റക്കമ്പിയിൽ 1 കിലോ പോയിട്ട് ഒരു അണുമണി തൂക്കം കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും, കാരണം ഞാനൊക്കെ ജയിലിൽ പോയി വന്നപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്ന വ്യക്തി അറിയോ, ഒരു നാടിന് വേണ്ടി ഈ ഒരു സമരത്തിനും വേണ്ടി ശുദ്ധവായു ശുദ്ധജലത്തിനും വേണ്ടി സമരം ചെയ്തിട്ട് ജയിലിൽ പോയി വന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഓരോ ആൾക്കാരും ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു സർക്കാരിൻ്റെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്രഷ് കട്ട് പൂട്ടിച്ചതിന് 1000 അഭിനന്ദനങ്ങൾ ഈ സർക്കാർ നൽകുകയാണ്. കഴിഞ്ഞ സർക്കാർ വേട്ടയാടിയെങ്കിൽ ഈ പ്രാവശ്യത്തെ സർക്കാർ ഇരകളുകൾ കൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.